ശാന്തി. മഹാശിവരാത്രി മഹത്തായ ആഘോഷമാക്കി മാറ്റുന്നതിൻ്റെ വ്രതാനുഷ്ഠാനത്തിലൂടെ കടന്നു പോകുന്ന നമ്മളിന്ന് 4-ാം ദിവസത്തിലെ ആഘോഷത്തിലും ആചരണത്തിലും അനുഷ്ഠാനത്തിലും എത്തിയിരിക്കുകയാണല്ലോ. ഇന്നെന്ത് വ്രതം എടുക്കും? ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതം എവിടെയാണ്? അതൊരു ശിവകുടുംബം എന്ന സങ്കല്പം, മഹത്തായ സങ്കല്പം പൂർത്തീകരിക്കാം. ശിവകുടുംബാർത്ഥം മംഗളകാരി കുടുംബം. എല്ലാവർക്കും മംഗളം ചെയ്യുക, എല്ലാവരുടെയും മംഗളം, നല്ലത്, നന്മ, വിശേഷത കാണുക. ഇതാകട്ടെ ഇന്നത്തെ നമ്മുടെ വ്രതം. നോക്കൂ, നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അച്ഛനമ്മ 1-2 മക്കളാണെങ്കിലും നമ്മൾ 4 പേരാണെങ്കിലും 4 പേർക്കും 4 തരത്തിലുള്ള പ്ലസ് മൈനസ് ഉണ്ട്, ഇല്ലേ? നമ്മൾ ഓരോരുത്തരും പരസ്പരം മൈനസ് കാണാൻ തുടങ്ങിയ ആ കുടുംബം, അവിടുത്തെ ജീവിതം നരകതുല്യമായിട്ട് മാറും. ദുഃഖം, അശാന്തി, ടെൻഷൻ, കുറ്റപ്പെടുത്തൽ, വിമർശനങ്ങൾ, പരാതി, പരിഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകത, നമ്മൾ എവിടെയാണെങ്കിലും, വീട്ടിലായാലും ഓഫീസിലായാലും, നമ്മളെല്ലാവരും യുണീക്കാണ്. വ്യത്യാസങ്ങൾ നമ്മളെല്ലാവരിലും ഉണ്ട്. അതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഈ മുഴുവൻ ഭൂമിയാകുന്ന നാടകശാലയുടെയും ഭംഗി. ഒരു പൂക്കൾ തന്നെ നോക്കൂ, എല്ലാം ഒരേ കളർ, ഒരേ ഡിസൈൻ പൂക്കളാണെങ്കിൽ എന്താ ഭംഗി? വ്യത്യസ്തതകളാണ്. ആ വ്യത്യസ്തതയിലെ വ്യത്യാസങ്ങളെ, അതിൻ്റെ ഭംഗിയെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുക എന്നത് തന്നെയാണല്ലോ ടോട്ടലി പ്രപഞ്ചത്തിലെ ജീവിത നാടകത്തിലെ നമുക്ക് ആസ്വാദ്യകരമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നമ്മളും എവിടെയായാലും തീർച്ചയായും, സാധാരണ നമ്മൾ പറയില്ലേ, നമ്മുടെ ഈ വിരൽ തന്നെ നോക്കൂ, 5 5 വിരലുകൾക്കും അതിൻ്റേതായ വിശേഷതകളുണ്ട്, അല്ലേ? അതിൻ്റേതായ പ്ലസ്സും മൈനസും ഉണ്ട്. പക്ഷെ 5ഉം കൂടെ ചേരുമ്പോൾ എന്തെല്ലാം ശ്രേഷ്ഠ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ ഇന്ന് ഈ മഹാശിവരാത്രി ആഘോഷത്തിനോടനുബന്ധിച്ച് നമ്മളെടുക്കുന്ന വ്രതം, നമ്മളെവിടെ ആരോടൊപ്പം ഇടപഴകുകയാണെങ്കിലും നമുക്ക്, എനിക്ക്, ഞാൻ, എല്ലാവരുടെയും പ്ലസ് കാണും, വിശേഷത കാണും, നന്മ കാണും. ഇതൊരു വ്രതം പോലെ ഇന്നെടുത്താലോ? എടുക്കണം. ഹസ്ബൻഡ് വൈഫിൻ്റെ പ്ലസ് കാണാം, വൈഫ് ഹസ്ബൻഡിൻ്റെ പ്ലസ് കാണാം. ജോലി സ്ഥലത്താണെങ്കിലും അയൽക്കാരുടെ ആണെങ്കിലും നമുക്കെല്ലാവരെയും പ്രതിയും ഈ ഒരു ജാഗരണം, നമ്മുടെ അകക്കണ്ണ് തുറന്ന് നമുക്ക് ഈ ഒരു ഉണർവ്, ഇന്ന് ഈ കാര്യത്തിലാണ് ഉണർവ് വേണ്ടത്, ഉണർന്നിരിക്കേണ്ടത്. ഫുൾ ഡേ ആരെ കണ്ടാലും, ഒരാളുടെ ഫോൺ വന്നാലും അവരുടെ വിശേഷത എന്താ, അവരുടെ നന്മ എന്താ, എനിക്കില്ലാത്ത എന്ത് വിശേഷത അവർക്കുണ്ട്, എല്ലാവരുടെയും പ്ലസ് കാണാം. അങ്ങനെ പ്ലസ്സിനെ കാണുകയും ആ പ്ലസ്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഇടപഴകാം. അപ്പോൾ ഒരാൾ മോശമായിട്ട് നമ്മളോട് പെരുമാറിയാൽ, നമ്മുടെ മക്കളാണെങ്കിൽ പോലും, നമുക്കവരോട് ദേഷ്യം വരില്ല, പിണക്കം വരില്ല, അകൽച്ച വരില്ല, വൈരാഗ്യം ഉണ്ടാവില്ല. എല്ലാവരെയും ഈശ്വരൻ്റെ മക്കളായി കാണാനും അവരിലെല്ലാവരിലുമുള്ള നന്മകളെ കാണുകയും ചെയ്യണം. നല്ലത് മാത്രമേ ഇന്ന് ഞാൻ എല്ലാവരുടെയും കാണുള്ളൂ, നല്ലത് മാത്രമേ ഞാൻ ഇന്ന് എല്ലാവരുടെയും പറയുള്ളൂ, എല്ലാവരുടെയും നല്ലതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ഇന്ന് ചിന്തിക്കുകയുള്ളൂ. ഒരു പക്ഷേ ആരെങ്കിലും എന്നോട് മോശമായി പെരുമാറിയാൽ പോലും ഈ വ്രതം എടുക്കാം. അങ്ങനെ ഇന്ന് ഫുൾ ഡേ നമ്മൾ എവിടെ ജീവിക്കുകയാണെങ്കിലും ഒരു മംഗളകാരി ശിവകുടുംബം എന്ന ജീവിതം, നന്മ കാണുക, നന്മയെക്കുറിച്ച് ചിന്തിക്കുക, നന്മ മാത്രം പറയുക. ഇതാണ് ഇന്നത്തെ എൻ്റെ വ്രതം. 1 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാം, നിവർന്നിരിക്കാം. ശ്രദ്ധയെ ശരീരത്തിൽ നിന്ന് ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ
ആത്മസ്വരൂപത്തിലേക്ക് കൊണ്ടുവരൂ. ഉണർന്നിരിക്കൂ. ശ്രീശങ്കരനെ പോലെ മൂന്നാം കണ്ണ് തുറന്ന് ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്. ഈശ്വരൻ എൻ്റെ മാതാപിതാവാണ്. അകക്കണ്ണിൽ ഭഗവാന്റെ സുന്ദര സ്വരൂപം കാണും. സത്യം, ശിവം, സുന്ദരം. ആ പരമ്പൊരുളിൽ നിന്ന് ഒഴുകുന്ന പരമപ്രകാശം ഫീൽ ചെയ്യും. ആ പരമേശ്വരൻ്റെ മക്കളായി കൂടെയുള്ള എല്ലാവരെയും, ഫുൾ ഡേ എനിക്ക് ആരോടൊപ്പമൊക്കെ ഇടപഴകണോ എല്ലാവരെയും ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ തിളങ്ങുന്ന ഭഗവാന്റെ മക്കളായി കാണൂ. ഒരു നിമിഷം വീട്ടിൽ കൂടെയുള്ള ഓരോരുത്തരുടെയും ഒരു സെക്കൻഡ് മനസ്സിൽ അവരെ കണ്ടുകൊണ്ട് അവരുടെ വിശേഷത, നന്മയെ കാണും. നന്മ മാത്രം. ഇന്നിതാകട്ടെ നമ്മുടെ ജാഗരണം. എല്ലാവരുടെയും വിശേഷത എനിക്ക് കാണണം. വ്രതം. ആ വിശേഷതയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ അവരോടൊപ്പം ഇടപെടും. ഓം ശാന്തി.